നിമിത്തം നമ്മുടെ 19ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രികാലം കൃഷി ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ യെശയ്യായെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്നത്തെ നമ്മുടെ തുടർന്നുള്ള ചിന്തിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 ദിവ്യ വിശേഷതകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ പത്മോസ് തീ വിളിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായിട്ട് കണ്ടു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു എന്ന് വായിക്കും. പുറകോട്ട് തിരിഞ്ഞപ്പോൾ കർത്താവിനെ കാണുന്നു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായിട്ടാണ് കാണുന്നത്. മർക്കോസിന്റെ മാളിയിൽ ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരി ഇരുന്നായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അത്രമാത്രം യോഹന്നാൻ കർത്താവുമായി വളരെ അടുപ്പായിരുന്നു. എല്ലാ ശിഷ്യന്മാർക്കും വളരെ അടുപ്പുണ്ട്. എന്നാൽ യോഹന്നാനെ കർത്താവായ യേശു ക്രിസ്തു എല്ലാരെക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ചു. അതുപോലെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേർ ഒന്നിച്ച് പല കൂട്ടായ്മയിലും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളുടെ നടുവിൽ അവര് കൂടെ പോകുന്ന പതിവുണ്ടായിരുന്നു. എല്ലാവരെയും ഒരുപോലെ താൻ കാണുന്നുണ്ടെങ്കിലും യോഹന്നാൻ കർത്താവിന്റെ ഒരു പ്രിയ ശിഷ്യനായിരുന്നു. എന്റെ കാരണം ക്രൂശിന്റെ ചോട്ടിൽ വെച്ച് യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ യോഹന്നാനെ കുറിച്ച് താൻ യേശു മനസ്സിലാക്കിയെടുത്തോളൂ ഇവൻ അവസാനം വരെയും പിൻചെല്ലുന്ന ആഴമേറിയ സ്നേഹം ഇവനിലുണ്ട് എന്ന് മനസ്സിലാക്കാതെയായി. സഹ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോൾ ക്രൂശിന്റെ ചോട്ടിൽ നിർത്താൻ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നു. യോഹന്നാനാണ് ഈ ചുമതല ഏൽപ്പിച്ചത്. ഈ വെളിപ്പാട് ദിവസം നമുക്ക് എഴുതി തരാൻ ചുമതല ഏൽപ്പിച്ചത്. രാത്രികാലം ബൈബിളിനെ സഹായിക്കുന്ന സിസ്റ്റർ റോസമ്മയും പ്രിയ മോള് ഏഞ്ചലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ മനോഹരമായി വായിച്ചു തന്ന് സഹായിക്കുന്നത് എത്ര അനുഗ്രഹമാണെന്നറിയാമോ? അത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രമാത്രം സ്ഫുടമായിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ആ ദിവ്യ വിശേഷതകൾ നമ്മൾ 9 ചിന്തിച്ചു. നമ്മൾ ഓർത്തിരിക്കുന്നു 9 ദിവ്യ വിശേഷതകൾ ചിന്തിച്ചു. ആ എടുത്ത ഭാഗത്തേക്ക് ആവർത്തനമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 1, നിലയങ്കി ധരിച്ചവനായ കർത്താവ്. മഹാപുരോഹിതന്റെ ഒരു വേഷമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 2, മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവ്. ന്യായം വിധിക്കുന്ന കർത്താവായിട്ടാണ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ താൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 പൊൻനിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാണ്. സഭയുടെ നടുവിൽ യേശു നടക്കുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ന്യായം വിധിക്കുവാൻ സഭയിൽ. അതേ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് സകലതും കാണുന്നു. സകലവും കണ്ട് നമ്മുടെ ജീവിതം എത്ര പവിത്രമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാർത്ത് പൊൻകച്ച കെട്ടിയവൻ, തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധിയെ കാണിക്കുന്നു. പരിശുദ്ധനായ കർത്താവ്, ആദിയും അന്തവുമായവൻ, സ്വയംഭൂവായി ഇരിക്കുന്നവൻ. എന്നാണ് ദൈവം ഉണ്ടായെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അവൻ ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. അതേ തലയും തലമുടിയും അതേ വെളുത്ത പഞ്ഞു പോലെ തന്റെ പുരാതനത്തെ കാണിക്കുന്നു. 4 അഗ്നിജ്വാലിക്കത്തെ കണ്ണ്, അതാണ് 4ാമത്തെ വിശേഷത. ആ 4ാമത്തെ നമ്മുടെ കർത്താവ് നമ്മളെല്ലാം കാണുന്നു, നമ്മൾ വിശദീകരിച്ചതാണ്. 5ാമത് കാൽ ഉളയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടൽ സദൃശ്യം. സഭയുടെ നടുവിൽ നടക്കുമ്പോൾ അതേ വെള്ളോട്ടൽ സദൃശ്യമായ പാദമാണ് തനിക്കുള്ളത്. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായി. യേശുവിന്റെ ശബ്ദം അതിനെക്കുറിച്ച് നമ്മൾ വിവരിച്ചതാണ്. 7ാമത്
അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം. നമ്മളെല്ലാം തൃക്കൈയിൽ അവൻ വായിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ ദൂതന്മാരെ, ദൂതറിയിക്കുന്ന ശുശ്രൂഷകന്മാരെ അവന്റെ വലങ്കയിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. 8ാമത്, വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. അതാണ് 8ാമത്തെ വിശേഷത. വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ, അത് എന്റെ വചനമാണ്. ആ ദൈവവചനത്തെ കാണിക്കും. 9, മുഖം സൂര്യനെ പോലെ. ഇങ്ങനെ 9 വിശേഷം നമ്മൾ ചിന്തിച്ചു. അടുത്ത 3 വിശേഷങ്ങൾ പറഞ്ഞു വിടാം. നമ്മളോട് വായിക്കുമ്പോൾ 10ാമത്, ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. 10ാമത്തെ വിശേഷതയാണ് വായിച്ച വാക്യത്തിൽ, റോസമ്മ വായിച്ച വാക്യത്തിൽ. 11ാമത്തെ വിശേഷത, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ. 12ാമത്തെ വിശേഷത, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. ഇങ്ങനെ 12 വിഷയങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ഒരു ടെസ്റ്റ് ഉണ്ട്. അന്നേരം ഈ ചോദ്യം വരും. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അത് കാശപ്പാടായിരിക്കും. ഫസ്റ്റും സെക്കൻഡും തേർഡും വായിക്കുന്നത്. അത് പാസ് എസ്ഐയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് എക്സാമിനേഷൻ നോക്കി എഴുതാനോ ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരുന്ന് എഴുതാനോ ഒന്നും സമ്മതിക്കത്തില്ല. എല്ലാവരും ഇന്ന് ആൻസറൊക്കെ എഴുതണം. അത് 6 മാസം കഴിയുമ്പം നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളത് ഇന്ന് ഒരു ചോദനയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി എല്ലാ സ്ഥലത്തും സൂം മീറ്റിംഗ് നടത്തുമ്പോഴല്ല നമ്മുടെ സൂം മീറ്റിംഗ്. ഈ സൂം മീറ്റിംഗ് ഒരു ബൈബിൾ സെമിനാറിൽ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, എക്സാമിനേഷൻ ഉണ്ട്. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ എക്സാമിനേഷൻ ഇട്ടു. അത് എഴുതാതിരുന്നവരൊക്കെ ആകെപ്പാടെ വിഷമിച്ചു. കാരണം അതുപോലത്തെ ആയിരുന്നു അവിടുത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചിരിക്കുക, ഞങ്ങളെല്ലാം എഴുതുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അടുത്തത് എന്താ അവരുടെ പരിശോധന എന്നുള്ളത് അവരറിയുന്നില്ല. അതുകൊണ്ട് ഇതിന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ യേശു നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. ടെസ്റ്റ് ചെയ്തില്ലേ? നമ്മൾ പരീക്ഷ ജയിക്കുന്നുണ്ടോ? യേശു നടത്തിയ 3 യേശുവിനെ സാത്താൻ കൊണ്ടുവന്ന 3 വർഷം യേശു ജയിച്ചില്ലേ? നമ്മുടെ കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് വെറും ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് നടത്തുക മാത്രമല്ല, ഒരു സെമിനാരിയിൽ എങ്ങനെ നടത്തുന്നു അതേ രീതിയിലാണ് നമ്മുടെ ബൈബിൾ സ്കൂള് പൊക്കോണ്ടിരിക്കുന്നത്. ഇതൊരു ബൈബിൾ സ്കൂൾ. അപ്പോൾ 12 വിശേഷതയാണ്. ഈ 1-ാം അധ്യായത്തിന് ഒരു 4-5 ക്ലാസ്സുകൂടെ കാണും. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്നൊക്കെ പറയുമ്പോഴേ പണ്ടും വിചാരിച്ചിരിക്കുന്നത് പത്രോസിന്റെ താക്കോൽ കൊടുത്തിട്ട് യേശു താക്കോലില്ല നടക്കാന്നൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നാ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. അതൊക്കെ തെളിയിക്കണേ ചില സമയം. അതുകൊണ്ട് ബൈബിളിന്റെ ആധികാരികമായ ചിന്തകൾ പടിപടിയായി പഠിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. കേട്ടോ ഏഞ്ചലിന് മോനെ? അതുകൊണ്ട് പരീക്ഷയ്ക്ക് പാസ്സാകുന്നു കേട്ടോ. എല്ലാവരും ഏഞ്ചലിനെ വിളിച്ച് ഞാൻ പറഞ്ഞെങ്കിലും ആ കുഞ്ഞിന്റെ പേര് എപ്പോഴും റോസുമ, പിന്നെ ഡോണ്, ഈ പേരുകളൊക്കെ എപ്പോഴും, ലിജി, ഇങ്ങനെയൊക്കെ കുറച്ച് പേരുടെ പേരുകളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ, ഇപ്പൊ നമുക്ക് 30-ഓളം ആൾക്കാർ ഈ ലൈനിലുണ്ട്. എന്നാൽ ഇതിന്റെ പ്രസംഗം എല്ലാവർക്കും ഡോൺ തയ്യാറാക്കി അയക്കുന്നുണ്ട്. യൂട്യൂബിൽ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നു. അപ്പൊ 12 ദിവ്യ വിശേഷതകളോട് കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് ഓടിച്ച് പറയാം. 1 നിലയെങ്കി ധരിച്ചു, 2 മാറത്ത് പൊൻകച്ചെട്ടി, 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ, 5 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, 5 കാൽ ഉളയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യം, 6 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, 7 വലങ്കയിൽ 7 നക്ഷത്രം, 8 വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാള്, 9 മുഖം സൂര്യനെ പോലെ, 10 ആദ്യനും അന്ത്യനും ജീവനുള്ളവനും, 11 മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ, 12 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. ഇത് 9-ാമത്തെ വിഷയം വരെ നമ്മൾ ചിന്തിച്ചപ്പോൾ യോഹന്നാന് സംഭവിച്ച ഒരു വിഷയമാണ് കാണുന്നത്. 17-ാമത്തെ വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. മറ്റേ 3 ദിവ്യവിശേഷങ്ങൾ ഇതിന് ശേഷം നമ്മൾ ചിന്തിക്കാം. അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവനെ കണ്ടപ്പോൾ
കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. നോക്കണമേ, യോഹന്നാന് 65 വർഷത്തോളം ജീവിച്ചിരുന്ന കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പത്മോസ് കിടക്കുന്ന യോഹന്നാൻ. താൻ കർത്താവിനെ കണ്ടുമുട്ടിയ സന്ദർഭം മുതൽ ഇപ്പൊ ഏകദേശം 100-ലധികം പ്രായം കാണുന്നു. അപ്പോ 65 വർഷത്തോളം കർത്താവിന്റെ കൂടെ നടന്ന്, അല്ലെ കർത്താവിന്റെ കൂടെ നടന്നല്ല, 3.5 വർഷം കൂടെ നടന്നു. പിന്നെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ 65 വർഷത്തോളം ചെയ്തവനാ. അപ്പോസ്തലന്മാരെല്ലാവരും അതേ രക്തസാക്ഷികളായിട്ട് മരിച്ചു. യോഹന്നാൻ മാത്രമേ ഉള്ളൂ പ്രായാധിക്യത്തിൽ മരിച്ചത്. രക്തസാക്ഷിയായിട്ടല്ല മരിച്ചത്. തന്നെയും തിളപ്പിച്ച എണ്ണ ഇട്ട് കൊല്ലാനാണ് അന്നത്തെ ചക്രവർത്തി, ഡൊമിഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചത്. തിളപ്പിച്ച എണ്ണയിലിട്ടു. താൻ അവിടെ ചെന്ന് വീണ ഉടനെ എണ്ണ അങ്ങ് തണുത്തുപോയി. താൻ അവിടെ വീണത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടാണ് വീണത്. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നോക്കണമേ, ദൈവവചന നിമിത്തം, പിന്നെ അതേ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ച നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ എണ്ണയിൽ ഇട്ടു. എണ്ണ തണുത്തുപോയി. നോക്കണമേ, എണ്ണ തിളപ്പിച്ച എണ്ണ എന്ന് വീണപ്പം എണ്ണ തണുത്തുപോയി. അവിടെ കിടന്ന ആത്മാവിൽ ആരാധിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ്, ഇതുകൊണ്ട് പറ്റത്തിൽ കണ്ടുകഴിഞ്ഞപ്പോഴാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തിയത്. ഏകനായിരിക്കുന്ന സമയത്ത് അവൻ ഏകനല്ലെന്ന് കർത്താവ് പറഞ്ഞു. നീ ഏകനല്ല, നിന്റെ ഏത് കഷ്ടതയിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിൽ കൂടി കിടക്കുമ്പോൾ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ വായിക്കുന്നു, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ എന്തിനാണ് ഇപ്പോൾ അത് കാൽക്കൽ വീണ് നടക്കുന്നത്? ദൈവത്തെ കൂടുതൽ അറിയും തോറും ദൈവത്തെ കുറിച്ചുള്ള ഭയം നമുക്ക് കൂടും. ദൈവത്തോട് അടുക്കും തോറും ദൈവം നമ്മുടെ സ്നേഹിതരായി നമ്മോട് നിൽക്കുന്നെങ്കിലും ഈ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽപ്പാൻ തക്കണം ദൈവം ഇടയാക്കിയത് ഓർത്തും കർത്താവിനെ പരിശുദ്ധിയെ കാണുമ്പോൾ നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവമക്കളെ, ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല. യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന വ്യക്തിയാന്ന് ഓർക്കണം. യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയാന്ന് ഓർക്കണം. എന്നാൽ ഇപ്പോൾ എന്താ യോഹന്നാൻ കാൽക്കൽ വീണ് നടക്കുന്നത്? കാൽക്കൽ വീണ് നടന്ന പലരെയും ദൈവത്തിന്റെ ഫലത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിമിത്തത്തിൽ ഞാൻ ചില വ്യക്തിയുടെ പേര് പറയാം. എന്നാൽ പഴയ നിമിത്തിൽ ചില വ്യക്തിയുടെ പേര് പറയുമ്പോൾ എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എസെക്കിയേൽ തേജസ്കരിക്കപ്പെട്ട ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എസെക്കിയേൽ 1:28 എഴുതിയിരിക്കുന്നവർ എഴുതിയിരിക്കും, അവന്റെ മുമ്പിൽ കവിണ് വീണെന്നാ വായിക്കുന്നത്. അവന്റെ മുമ്പിൽ കവിണ് വീണു. ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാൻ അവർക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവരത് വായിച്ചിരിക്കും. എസെക്കിയേൽ കർത്താവിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എസെക്കിയേൽ 1:28 നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ കവിണ് വീണത് എന്ന് പലർക്കും മറന്നു വിടുക. എന്നാൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒക്കെ വായിക്കുമ്പോൾ ഇവിടെ എല്ലാം ഈ കവിണ് വീണതായിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാ പലരും ഈ നെറ്റിയെ പിടിച്ച് തള്ളിത്താഴൊക്കെ ഇടുകയില്ലേ? അത് അവരോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. പിന്നെ അവരോട് കൃപ അനുസരിച്ച് അവരോട് ചെയ്യട്ടെ. ഒന്ന് മറന്നു വീട് നിർത്തിയിട്. എന്നാൽ ദൈവശബ്ദം കേട്ടവരെല്ലാം ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ കവിണ് വീഴുകയായിരുന്നു. പ്രവാചകനായ എസെക്കിയേൽ കവിണ് വീണു എന്നാ വായിക്കുന്നത്. അതുപോലെ എസെക്കിയേൽ പ്രവചനം 44-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എസെക്കിയേൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കവിണ് വീഴുന്നതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഉസ്യാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആരാ? യെശയ്യാവ്. താൻ ആരാധന കാണുകയാണ്, സ്വർഗീയ ആരാധന. സാറാപ്പുകൾ രണ്ടുകൊണ്ട് പാദം മൂടിയും, രണ്ടുകൊണ്ട് മുഖം മറിച്ചും, രണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ടസിച്ചു. ഇങ്ങനെ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് തന്റെ നിലപാട് മനസ്സിലാക്കി. യെശയ്യാ പ്രവചനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം എന്ന് യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്.
മറ്റുള്ളവരുടെ കുറ്റം വിളിച്ചു പറയുക. ഞാൻ പ്രവാചകനാണ്, പ്രവാചകന്മാരിൽ അഗ്രഗണ്യനാ. തന്നെ അവസാനമായി കൊന്നത് ഈർച്ചവാളാൽ അറുത്തുകൊള്ളുകയായിരുന്നു. അന്നത്തെ ജനം ഈ പ്രവചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈർച്ചവാളുകൊണ്ട് തന്നെ അറുത്തുകൊള്ളുകയായിരുന്നു. അതുകൊണ്ടാണ് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ചിലർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടെന്ന് വായിക്കുന്നില്ലേ? അത് യെശയ്യാവിനെ കുറിച്ചാണ്. ചില സിംഹങ്ങളുടെ വായ അടച്ചെന്ന് വായിക്കുന്നില്ലേ? അത് ദാനിയേലിനെ കുറിച്ചാണ്. എബ്രായലേഖനം 11-ാം അധ്യായം എന്റെ ഒരു ബൈബിൾ ക്ലാസ് ആണ്. വിശ്വാസ യാത്രക്കാർ എന്നുള്ള വിഷയം 40 വിഷയമുണ്ട്. വെളിപ്പാട് ദിവസം തീർന്നു കഴിയുമ്പോൾ നമുക്കത് പറ്റി ചിന്തിക്കാം. പക്ഷെ വെളിപ്പാട് ദിവസം എപ്പോഴെങ്കിലും തീരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ കാണുന്ന ഭാഗം എന്താണെന്നറിയാമോ? യെശയ്യാവ് ഈ സ്വർഗീയ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 5-ാം അധ്യായം വരെ പറയാം, അവർക്ക് അയ്യോ കഷ്ടം. എല്ലാവരുടെയും കാര്യം വിളിച്ചു പറയുന്ന കൂട്ടിക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ 1 മുതൽ 5 വരെ അധ്യായം വായിക്കുമ്പോൾ അയ്യോ അവർക്ക് കഷ്ടം, അയ്യോ അവർക്ക് ഉള്ള കാര്യം ചിന്തിക്കുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ ഉസ്യാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങി വന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗീയ ആരാധന കണ്ട വേളയിൽ, ദൈവത്തിന്റെ പരിശുദ്ധീകരണ വേളയിൽ സാറാപ്പുകൾ 2 പാദം മൂടി, 2 മുഖം മറച്ചു, 2 പറഞ്ഞു, ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പുഴ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇപ്പഴാ തന്നെ ചിന്ത, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളിൽ താമസിക്കുന്നു, ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഉടനെ സാറാപ്പുൾ ഒരുത്തൻ കടന്നു വന്ന് യാഗപീഠത്തിൽ നിന്ന് ഒരു കോടിൽ കൊണ്ട് തീ കണ്ടെടുത്ത് അവന്റെ നാവിന്മേൽ തൊട്ടു. അവൻ ശുദ്ധീകരണം പ്രാപിച്ചു. ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ ദൈവശബ്ദം കേട്ടു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത, ദൈവിക ആരാധന കണ്ടു കഴിയുമ്പോൾ ദൈവത്തിന്റെ പാദപത്തിൽ നമ്മൾ എത്രമാത്രം താഴണമെന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മൾ പഠിക്കുന്നത്. പത്മോസ് കണ്ട യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ ആയിരിക്കുന്ന നിലയിൽ, ഇപ്പൊ സ്വർഗത്തിലായിരിക്കുന്ന നിലയിൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലായിരുന്നോ താഴ്ചയുള്ള ശരീരം, വിശക്കുന്ന ശരീരം, ദാഹിക്കുന്ന ശരീരം, ഉറങ്ങുന്ന ശരീരം, ക്ഷീണമുള്ള ശരീരം, സാധുക്കളോട് കാണുമ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ പ്രശ്നം കണ്ട് കരയുന്നവൻ, മനസ്സലിയുന്നവൻ, നമ്മുടെ ആ കർത്താവ് ഇപ്പോൾ എപ്രകാരമായിരിക്കുന്നു? അതേ ആദിയിലുണ്ടായിരുന്ന മഹത്വം മുഴുവൻ തിരിച്ചു കിട്ടി. മഹത്വപൂർണമായ കർത്താവിനാണ് യോഹന്നാൻ ഇപ്പോൾ കാണുന്നത്. അവന്റെ മുൻപിൽ അവന് വീണ് കിടക്കുകയാണ്, മരിച്ചവനെ പോലെ കവണ് വീണ് കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സാംബിയായിൽ ബെന്നിയിൽ ഒരു ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്രൂസൈഡിൽ 10,000 ഒരു കാലത്ത് ദൈവം കരഞ്ഞെടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ബെന്നിയൻ. സാംബിയായിൽ താൻ കറന്നു ചെന്നപ്പോൾ 10,000 ജനം തന്റെ ക്രൂസൈഡിൽ വന്നിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തക്കുന്ന ഒരു ഡെഡ് ബോഡി ആയിട്ട് ആൾക്കാർ കടന്നു. അന്ന് മരിച്ചവരെ ഉയർപ്പിക്കും എന്നൊക്കെ ഉള്ളതാണ് നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത്. പരീക്ഷിക്കാൻ തക്കുന്ന ഒരു ഡെഡ് ബോഡി ആയിട്ട് കുറെ കൂടെ വന്നിട്ട് സ്റ്റേജിലോട്ട് മാറ്റുമ്പോൾ എത്തിക്കാൻ ഒക്കുന്നില്ല. ഈ ഡെഡ് ബോഡി ഇങ്ങനെ ജനം മുകളിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ജനല്ലേ തട്ടി 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 ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടു. മരിച്ചവർ ഉയർത്തുമെന്ന് കാണിച്ചു. ആ ഡെഡ് ബോഡി പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഇട്ടപ്പോൾ ബെന്നികൻ ഒന്ന് നോക്കി. പക്ഷെങ്കിൽ ബെന്നികൻ ആ ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ആ ഡെഡ് ബോഡി ഉയർക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. തന്നെ പരീക്ഷിക്കാൻ തക്കൊണ്ട് ചെയ്തൊരു സംഭവമാണ്, സാംബിയായിൽ നടന്ന സംഭവം. ആ പ്ലാറ്റ്ഫോമിൽ വന്ന് ഉടനെ ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റെന്നാണ്, ആ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റെന്നാണ്. ബെന്നിയൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചില്ല, എന്നാൽ ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. പരീക്ഷിക്കാൻ കൊണ്ടുവന്നാണ് ആ മനുഷ്യൻ പ്ലാറ്റ്ഫോമിൽ വന്ന് വീണ് ഉടനെ ഉയർത്തെഴുന്നേറ്റു. 10,000 കർത്താവിലേക്ക് കടന്നു വരുവാൻ അത് മുഖാന്തരമായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം മുറിയിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടുമില്ല. ഇന്ന് രാത്രി കാലാത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെന്ന് ഓർത്ത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാം. ശാന്തിയായും നടന്ന സംഭവമാണ്.
പലപ്പോഴും നമ്മൾ ഇത് നടക്കുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിന്തിച്ചൊക്കെ ഇരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് ഹിതമാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി താൻ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ ഇപ്പോൾ മരിച്ചവനെ പോലെ ദൈവത്തിന്റെ ആ യേശുവിന്റെ കാൽക്കൽ വീണതൊക്കെയാണ്, മരിച്ചവനെ പോലെ കാൽക്കൽ വീണതൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു സ്വപ്നം നമ്മളും കാണുകയാണെങ്കിൽ നമ്മളും പേടിച്ചു പോകും. ഇതുപോലെ രാത്രി കിടക്കുമ്പോൾ കാണുന്ന അഗ്നിജ്വാലിക്കത്തെ കണ്ണ് മാറത്ത് പൊൻകെട്ട് കെട്ടി ഇങ്ങനെ രൂപം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമുക്കും ആദ്യമേ പേടി ഉണ്ടായി പോകും. ശാന്ത സുന്ദർ സിംഗിന് എനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അതാണ് താൻ രക്ഷിക്കപ്പെട്ട് താൻ ലോകം മുഴുവൻ കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ തക്കൊണ്ട് വെടിയായി തീർന്നത്. മാരാമൻ കൺവെൻഷൻ താൻ വന്നിട്ടുണ്ട്. മാരാമൻ കൺവെൻഷൻ വന്ന് താൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്താണെന്നറിയാമോ? സാധു സുന്ദർ സിംഗ് ആത്മഹത്യ ചെയ്യാൻ തക്കൊണ്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് മകനെ സുന്ദർ സിംഗെ, ഞാനാണ് യേശു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കർത്താവിലേക്ക് കടന്നു വരാനിടയായി. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സുന്ദർ സിംഗ്. അദ്ദേഹത്തിന്റെ പട്യാല ഗ്രാമമൊക്കെ ഞാൻ പഞ്ചാബിൽ ഒക്കെ സന്ദർശിച്ചപ്പോൾ അവിടെ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പുസ്തകത്തിൽ കൂടെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. മരിച്ചവനെ പോലെ കാൽക്കൽ വീണ പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അവന്റെ കാൽക്കൽ വീണവർ. ആദ്യമായി നമുക്കൊരു വാക്യം വായിക്കാം. ഞാൻ 7 വാക്യങ്ങൾ പറയും, അത് നിങ്ങൾ എഴുതിയിരിക്കണം, പരീക്ഷയ്ക്ക് വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 3-4 വാക്യം വായിക്കും. അവൻ ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. പഴയ നിയമത്തിൽ കാൽക്കൽ വീണ ഒരുപാട് പേരുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ കാര്യം മാത്രം എടുത്ത് ഒരു ചെറിയ വിശദീകരണം തരാൻ ആഗ്രഹിക്കും. ഡമാസ്കസിലേക്ക് അതേ പോകുന്ന സമയത്ത് സിറിയയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഉള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുവാൻ അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോകുന്ന ശൗൽ ഡമസ്കോസിന്റെ പടിവാതിക്കൽ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. തന്റെ കൂടെ കുറെ പേരുണ്ട്. സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം തന്നെ തട്ടി താഴെയിട്ടു. അവൻ നിലത്ത് വീണെന്നാ വായിക്കുന്നത്. നിലത്ത് വീണു. അവൻ നിലത്ത് വീണ് കിടക്കുകയാണ്. എന്താ കിടക്കുന്നറിയാമോ? കർത്താവിന്റെ പാദവർത്തി കിടക്കുകയാണ്. കാരണം തന്റെ ചോദ്യങ്ങൾ തനിക്കറിയാം, അതറിയാം. ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസറേനാകുന്ന യേശുവാകുന്ന ഞാൻ. നസറേനാകുന്ന യേശുവാകുന്ന ഞാൻ. യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. യേശു വളർന്നത് നസറേത്തിലാണ്. അതുകൊണ്ടാണ് നസറേനാകുന്ന യേശു എന്ന് യേശുവിനെ കുറിച്ച് അറിയപ്പെടുന്നത്. ബേത്ലഹേമിൽ ജനിച്ചു, വളർന്നത് നസറേത്തിൽ. നസറേത്തിൽ ഇന്നും യേശു താമസിച്ച ഭവനം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താണെന്ന് അറിയാമോ? ഇത്ര ഗൗരവമുള്ളവനും ഗമാലിയലിന്റെ പാദവൃത്തിയിൽ പഠിച്ച പണ്ഡിതനും ഞാൻ ഇതിനെ എതിർക്കാൻ കാരണം ന്യായപ്രമാണ സൂക്ഷ്മതയോടെ പഠിച്ചതുകൊണ്ട്, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുകൊണ്ടും അതിന് വിരോധമായി വരുന്നതിനൊക്കെ എതിർക്കുക എന്നുള്ളതായിരുന്നു തന്റെ ഉദ്ദേശം. ഈയിടെ ഒരു വലിയ മഹാൻ ഇന്ത്യയിൽ പ്രസംഗിച്ചു. ഞാൻ ഇന്ന് രാവിലെ ആ പ്രസംഗം കേട്ടു. ഭാരതത്തിൽ മിഷണറിമാര് പ്രവർത്തിച്ച് അനേകരെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെ എതിർക്കണം. എവിടെല്ലാം എതിർപ്പുണ്ടായിട്ടുണ്ടോ അവിടൊക്കെയും സഭ വളർന്നിട്ടുള്ളൂ. എതിർപ്പ് നല്ലതാണ്. എതിർപ്പ് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല സഭ വളർന്നുകൊണ്ടേയിരിക്കും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇതുപോലൊരു ഡിസ്കഷൻ ഉണ്ടായി. നമ്മുടെ ഇടയിലുള്ള അനേകരെ ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതിനൊരു ക്രമീകരണം ചെയ്യണം. അനേകരെ കർത്താവിനെ, അത് യേശുവിനെ പിൻപറ്റുന്നു. അനേകരെ അതേ കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അതിന് പരിഹാരം വരുത്തണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നെഹ്റു പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? അവരെ വെറുതെ വിട്ടേക്കുന്ന നല്ലത്. അതായത് നെഹ്റു കൊടുത്ത, പാർലമെന്റിൽ കൊടുത്ത ഉത്തരമാണ്. അവരെ തൊടാതെ വിടുന്ന നല്ലത്. അവരെ തൊട്ടുപോയാൽ ക്രിസ്ത്യാനി ഇവിടെ വർദ്ധിക്കുള്ളൂ. എനിക്ക് ആ ഉത്തരം വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, അവരെ തൊടരുത്, അവരെ തൊട്ടുപോയെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല
ക്രിസ്ത്യാനിത്വം ഇവിടെ ക്രിസ്ത്യ രാജ്യമായി തീരും. അത് വളരെ ഉള്ളൂ. എനിക്ക് ക്രിസ്തീയ ചരിത്രങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവത്തോട്. ക്രിസ്ത്യാനികളെ തൊട്ട് കഴിഞ്ഞാൽ പീഡ വർദ്ധിച്ചാൽ ക്രിസ്ത്യസഭ വളരുകയുള്ളൂ ദൈവമക്കളെ. അതിനെ മുറിച്ചുകളയാൻ തക്കുന്ന ആരെയും കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ശൗലിനോട് പറയാണ്, ഞാനാണ്, യേശുവാണ് കേട്ടോ. അവൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? പാദപെടുത്തി കിടന്ന് എത്രയും വലിയ ധൈര്യമാണ്. കയ്യിൽ മഹാപുരോഹിത പത്രമുണ്ട്. യേശുവിന്റെ പാദപെടുത്തി വീണ് കഴിഞ്ഞപ്പോൾ ആ പാദപെടുത്തി കിടന്നോട് ചോദിക്കാൻ, ഞാൻ എന്തോ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഏത് ക്രൂരനെയും ഏത് ശക്തിമാനെയും യേശുവിന്റെ പാദപെടുത്തി വന്നു കഴിഞ്ഞാണല്ലോ നൊന്ത് കരയുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പാദവൃത്തി വന്നുകൊണ്ട് നമുക്ക് രൂപാന്തരം ഉണ്ടായില്ലേ? യേശുവിന്റെ പാദവൃത്തി വന്നുകൊണ്ട് നമുക്ക് സൗഖ്യം ലഭിച്ചില്ലേ? യേശു എന്താ പറഞ്ഞ, നീ പോകാം, നീ ചെയ്യാമെന്ന് ഞാൻ പിന്നാലെ അറിയിക്കും എന്ന് പറഞ്ഞാ വിട്ടത്. അവനിപ്പോ കണ്ണ് കാണാൻ മേല. നീ ചെയ്യാമെന്ന് ഞാൻ പിന്നാലെ അറിയിക്കും. അവൻ പോയി അതേ നേർവിധി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അങ്ങനത്തെ ആരാ ചെന്ന് കർത്താവാണോ എന്നതല്ല. അനന്യാസം കൊണ്ട് പറഞ്ഞു, നീ ശബരിമലയ്ക്ക് ചെല്ലുക. അവൻ പ്രാർത്ഥിക്കുന്നു. വഴി പറഞ്ഞു കൊടുത്തു, നേർവിധി എന്ന്. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ ഇവിടെ ഉള്ളവരെ പിടിച്ചു വെട്ടിക്കൊണ്ട് ആ യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ അധികാരപത്രം ഞാൻ കേട്ടിരിക്കുന്നു. അവന്റെ പേര് കേൾക്കുമ്പോഴേ ഭയമാണ്. യേശു എന്താ പറഞ്ഞത്? അവൻ എന്റെ നാമം രാജാക്കന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും മുൻപിൽ വഹിപ്പാൻ കൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. സ്വപ്നമേ ആ ശൗൽ അനന്യാസ് എന്ന് പറഞ്ഞു. ശൗലേ സഹോദര എന്നാ വിളിച്ചത്. ശൗലേ സഹോദര കൈവച്ച് പറയാ, ശൗലേ സഹോദര, നിനക്ക് വഴിയിൽ പ്രത്യക്ഷനാകുന്ന യേശു എന്ന കർത്താവ് എന്റെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. എഴുന്നേറ്റ് രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കുക. ഉടനെ അവന്റെ കണ്ണ് തുറന്നെന്നാണ് വായിക്കുന്നത്. എന്നാൽ അനന്യാസ് എതിർത്തു. കർത്താവ് ഡെമസ്കോസിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയിക്കുന്ന പറഞ്ഞത്. കർത്താവ് തന്നെ ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ വന്നത് കർത്താവ് തന്നെ പറഞ്ഞു വിട്ട വ്യക്തിയാന്ന് പറയാം. വ്യക്തിയാന്ന് ശൗലിന് മനസ്സിലായി. നിനക്ക് വഴിയിൽ പ്രത്യക്ഷനായ യേശുവിനെ അയച്ചിരിക്കുന്നു. ശൗല് ഏറ്റെടുത്തു. നമ്മുടെ ആൾക്കാർ കുറെ കൂടെ ചിന്തകരാണ്. അവർ പറയും, ഇല്ലില്ല, യേശു എന്നോട് പറഞ്ഞു ഞാൻ തന്നെ വരാന്ന്. യേശു വരാതെ ഞാൻ സ്ഥാനപ്പെടുത്തില്ല. അനന്യാസ് പറഞ്ഞ വാക്ക് കേട്ട് അവൻ സ്നാനം. രണ്ടാമത്, ഒരു ജാതീയ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വീണു. വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 25-26 വാക്യം. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫൈനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. ഒരു കനാന്യ സ്ത്രീ, ഒരു സുറഫൈനിക്കായ സ്ത്രീ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 15-21 മുതൽ അവിടെയും ഈ കാര്യം കാണുന്നു. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ ഈ സ്ത്രീ അലച്ചുകൊണ്ടിരിക്കുകയാണ്. അലച്ചുകൊണ്ട്, കർത്താവെ, എന്റെ മകൾ ഭൂതം ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവളെ ഒന്ന് സൗഖ്യമാക്കണമേ. യേശു മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഈ നിലവിളിച്ചിട്ടേ യേശു മൈൻഡ് ചെയ്യുന്നില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് പറയുന്നത്, ഈ കനാന്യ സ്ത്രീ, സുറോഫൈനിക്കാരിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നു വീണു. കാൽക്കൽ വന്നു വീണു. രണ്ടാമത് കാൽക്കൽ വീണ ഒരു ജാതീയ സ്ത്രീ, ഒരു യവന സ്ത്രീ. യേശുവിന്റെ കാൽക്കൽ വീണ് കഴിഞ്ഞാലുള്ള അനുഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് വെളിപ്പാടിന്റെ കാര്യം, അടിസ്ഥാനപരമായ കാര്യം ചിന്തിച്ചു വേണം. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നത്. സുറോഫൈനിക്കാരിയായ സ്ത്രീ, ഒരു യവന സ്ത്രീ, ഒരു കനാന്യ സ്ത്രീ കേട്ടോ. യേശുവിനെ കുറിച്ചുള്ള വർത്താനം കേട്ടപ്പോൾ അലച്ചോണ്ടിരിക്കുകയാണ്. യേശു മൈൻഡ് ചെയ്യുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, അവളെ പറഞ്ഞേക്കണം, അവൾ അലച്ചോണ്ട് വരുന്നല്ലോ. ഈ മത്തായി സുവിശേഷം 15 ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ പറയും. അവൾ അലച്ചോണ്ട് വരുന്നല്ലോ. കർത്താവ് പറഞ്ഞു, എന്നെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത്, കാണാതെ പോയ ആടുകളെ തേടാൻ നിൽക്കണമാണ് എന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അവൾ കേട്ടെങ്കിലുണ്ടല്ലോ, അവൾ അടങ്ങിയിരുന്നില്ല. അവൾ യേശുവിന്റെ പാദത്തിൽ വന്ന് വീണു. കർത്താവേ, എന്റെ മകളുടെ മേൽ ഭൂതോത്തരം വീണു, അതേ ഭൂതം പിടിച്ചിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണമേ. അവന്റെ പാദമെടുത്ത് കർത്താവ് കൊടുത്ത മറുപടി അറിയാമോ? മക്കളുടെ അപ്പെടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്ന വിഹിതമുണ്ട്. നമ്മൾ നാണിച്ചു നോക്കി. യേശുവിന്റെ അരികെ വന്നപ്പോ യേശു വിളിച്ചത്, നീ ഒരു നായ്ക്കുട്ടിയമ്മ, പട്ടിയുടെ കുഞ്ഞാന്ന്. മക്കളുടെ അപ്പെടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്ന വിഹിതമല്ല.
നമ്മളാണെങ്കിൽ അവിടെ എന്തൊരു ബഹളം ഉണ്ടാക്കിയത്. കാലിനെടുത്ത് യേശുവിനെ എറിയാൻ തക്കണമെന്ന് തോന്നിയത്. വെള്ളിയാഴ്ച യേശുവിന്റെ അരികിൽ ചെന്നപ്പം എന്നെ പട്ടി കയറി കൊടുത്തു. പക്ഷേ യേശു എന്താ അവളെന്താ പറഞ്ഞത്? അവള് പോയില്ല. ഞാൻ പട്ടിക്കുഞ്ഞാന്ന് സമ്മതിച്ചു. അതാ നമ്മൾ സമ്മതിക്കുമോ പട്ടിക്കുഞ്ഞാന്ന്? ഈ അവലസ്ത്രീ പറയാണ്, ഞാൻ പട്ടിക്കുഞ്ഞാ കർത്താവേ, നീ പറഞ്ഞു ശരിയാണ്. മക്കളെ അപ്പം നായ്ക്കുട്ടിയെ എടുത്തു കൊടുക്കുന്ന വിഹിതമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നായ്ക്കുട്ടിയെ സമ്മതിച്ചു. പക്ഷെങ്കിൽ നായ്ക്കുട്ടികളും യജമാന്റെ മേശങ്കിൽ വീഴുന്ന അപ്പം നുറുക്കൽ തിന്ന് ജീവിക്കുന്നല്ലോ ദൈവത്തിന്. കർത്താവിനെ വളരെ സ്പർശിച്ചു. ദൈവത്തിന്റെ പാദപടത്തിൽ വരുന്ന ദൈവത്തിന്റെ പൈതലെ നമ്മൾ കടന്നു വരുമ്പോ ആത്മാർത്ഥതയോടെ കടന്നു വരണം. വെറുതെ ഒരു ഒന്ന് അറിയട്ടെ, സൗഖ്യമാണെന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു വന്ന് കണ്ടാലുണ്ടല്ലോ, ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവൾ വന്നത് ആത്മാർത്ഥോടെ വന്നത്. ഇന്ന് പലരും സൗഖ്യം പ്രാപിക്കാൻ വരുന്ന ആത്മാർത്ഥോടെ അല്ല. സൗഖ്യമാകുന്നെങ്കിൽ ആകട്ടെ, ഒന്ന് നോക്കിക്കളയാം, ഇങ്ങനെയൊക്കെ വിചാരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആവശ്യബോധത്തോടെ വന്നു. ഒരു പൈതലിന് ഭൂതം ബാധിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥ നിങ്ങൾ താഴ്ച നോക്കി. ഭൂതം ബാധിച്ച ഒരു പൈതൽ, ആ പൈതല് അങ്ങനെയുള്ള അവസ്ഥകൾ കണ്ട പല പ്രിയപ്പെട്ട എന്റെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ് അറിയാം. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർ, മക്കളുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർ, മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാർ, ഈ സ്റ്റേജിലിരിക്കുന്ന അനേക പ്രിയപ്പെട്ട എനിക്കറിയാം. ഓറൽ റോബർട്സ്, അദ്ദേഹം തന്റെ മാതാപിതാക്കളുമായി അതേ ഒരു ക്രൂസൻ, വലിയ ക്രൂസൻ കടന്നിരുന്നു. നിങ്ങൾ ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇട്ടില്ലേ? അദ്ദേഹം ബാലനായിരുന്നപ്പോൾ മാതാപിതാക്കളുമായി ഈ ക്രൂസറിന് പോയി. ദരിദ്ര കുടുംബം. അപ്പൊ ഓഫറിംഗ് എടുക്കാൻ തക്കൊണ്ട് പാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓറൽ റോബർട്സ് ബാല്യപ്രായത്തിൽ അന്നത്തെ ക്രൂസറിന്റെ പ്രസംഗം കേട്ടപ്പോൾ തനിക്ക് വലിയ ഹൃദയ സ്പർശനം ഉണ്ടായി. തന്റെ 10 വയസ്സ് ഓഫറിംഗ് ഇടാനില്ല. ഈ പാത്രം ഒരു കൊട്ടയാണ്. അതിങ്ങനെ വന്ന സമയത്ത് ഈ ഓറൽ റോബർട്സ് പറഞ്ഞു, എനിക്ക് പയ്യനില്ലേ ഈ കൊട്ട ഇടം താത്തു വെക്കാമെന്ന് ചോദിച്ചു. പറഞ്ഞ പയ്യന്റെ ഇവന്റെ ഈ സൗന്ദര്യവും ആ ചിരിയും ആ റിക്വസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കൊട്ടയോടെ താത്തു വെച്ചു. ഈ ഓറൽ റോബർട്സ് പറഞ്ഞു, എനിക്ക് 10 വയസ്സിൽ കൊടുക്കാനില്ല. ഈ ഓറൽ റോബർട്സ് ഈ കൊട്ടക്കകത്ത് കയറി അങ്ങിരുന്നു. എന്നെ തന്നെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. ആ ഓറൽ റോബർട്സ് ട്രിവാൻഡ്രത്ത് തോന്നി പ്രസംഗിച്ചിട്ടുണ്ട് വർഷം കൊണ്ട്. അദ്ദേഹത്തിന്റെ ക്രൂസൈഡിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കർത്താവിനെ കണ്ടു മുട്ടുവാനിടയായി. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി തീർച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം എന്താ അറിയാമോ? നമ്മൾ പൈതകളെ കുറിച്ച് നമ്മൾ ഭാരത്തോടെ മാതാപിതാക്കൾ കടന്നു ചെന്ന് അവരും അമ്പന്ന് പോയി കൊട്ടക്കകത്ത് കയറിയിരിക്കുക. പയ്യൻ എന്നെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഇതാണ് കർത്താവിന്റെ പാദത്തിൽ വന്ന ഇതുപോലെ ഒന്ന് സമർപ്പിക്കും. ദൈവത്തിന്റെ പൈതലെ ഇതുപോലെ ഒന്ന് സമർപ്പിക്കും. ആകൊണ്ടല്ല, ഹൃദയം കൊണ്ട് സമർപ്പിക്കണം, ആത്മാർത്ഥോടെ സമർപ്പിക്കണം. ഈ സുറോഫോനിക്കാർത്തിയായ കനാനി സ്ത്രീ പറഞ്ഞു, ഞാൻ പട്ടിക്കുഞ്ഞ. എന്നാൽ പട്ടിക്കുഞ്ഞുങ്ങളും യജമാന്റെ മേശങ്ങളിൽ വീട് തിന്ന് ഉപജീവിക്കുന്നുവല്ലോ. യേശു എന്താ പറഞ്ഞ? സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്. പോയിക്കൊള്ളുക, നിന്റെ മകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശുവിന്റെ പാദമെടുത്ത് വീണടക്കുന്ന യോഹന്നാൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ മഹത്വപൂർണ്ണനായ യേശു പ്രത്യക്ഷപ്പെട്ട് തന്റെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, സ്വർഗത്തിൽ യേശു ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ യോഹന്നാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ പാദപെടുത്തുകൾ വീണത്. മക്കളെ, ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ട്. ഇന്ന് രാത്രികാലം ആത്മാർത്ഥത്തോടാണോ ഈ ബൈബിൾ ക്ലാസ് ഇരിക്കുന്നത്? ദൈവത്തിനും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടാണോ ബൈബിൾ ക്ലാസ് ഇരിക്കുന്നത്? അവന്റെ പാദപെടുത്തെങ്കിൽ ആത്മാർത്ഥത്തോടെ ഒന്ന് ഇരുന്ന് നോക്കൂ. ദൈവത്തിന്റെ രാത്രികാലം നിന്റെ ഭവനത്തിൽ വ്യത്യാസം വരുത്തും, നിന്റെ തലമുറയ്ക്ക് വ്യത്യാസം വരുത്തും, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആത്മാർത്ഥതയോടെ സമർപ്പിച്ചു കൊടുക്കൂ ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യം വായിച്ചേ, 38 വരെ വായിച്ചു. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടി ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി.
ഓ, നന്നായി നമ്മൾ വായിച്ചു കേട്ടോ, എത്ര വ്യക്തമായി. ദൈവത്തിന് വായിക്കുമ്പോ തന്നെ അതിന്റെ തൃപ്തി ഉണ്ടായിരിക്കണം. ചിലർ വായിക്കണേ പണ്ടൊക്കെ പറഞ്ഞത് തലോടി ഓർത്തു ഇങ്ങനെയൊക്കെ വായിക്കുന്നു. ആർക്കും മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നതായിട്ടില്ല, എത്ര സ്ഫുടമായിട്ട് വായിക്കുന്നത്. അതിന് അവർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കേണ്ടതാ. എവിടെ നിന്നോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വായിക്കുന്ന ഈ പട്ടണത്തിലേക്ക് പാവനിയായിരിക്കുന്ന ഒരു സ്ത്രീ, പാവനിയ പരീക്ഷന്റെ വീട്ടിൽ കർത്താവിന്റെ ഭക്ഷണത്തെ വിളിച്ചിരിക്കുക. എല്ലാരും അവിടെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഷിമോന് ഭക്ഷണത്തിൽ വിളിച്ച വ്യക്തി ഒരു പണക്കാരനാ, യേശുവിനെ ക്ഷണിച്ചിരിക്കുക. അപ്പോ യേശുവിനെ ഭക്ഷണത്തിൽ വിളിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർത്താനം ഈ പാപിനിയായ സ്ത്രീ, നിങ്ങൾ ഓർക്കണം, പാപിനിയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പട്ടണത്തിലേക്ക് പാപിനിയായ സ്ത്രീ എന്ന് വായിക്കുന്നു. പട്ടണത്തിലേക്ക് പാപിനിയായ സ്ത്രീ. ആ പാപിനിയായ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. വർത്തമാനം കേട്ടു. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കേട്ടു. ഇതുപോലെ മോശമായി നടക്കുന്ന ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്നാൽ ഒരു പന്തോസായിരുന്നു എനിക്ക് കേട്ടിട്ടില്ല, മോശമാണെന്ന് പറഞ്ഞു. എന്റെ കർത്താവിന്റെ ആ സ്നേഹം എത്ര വലുതാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചൊരു വലിയ പണക്കാരനാണ്. വിളിച്ച് എന്നെ വലിയ സ്നേഹം, എന്റെ ഭയങ്കര അത്ര അറ്റൻഡ് ചെയ്യുന്നു. ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയിച്ചു. അതൊക്കെ കേട്ടാറിന്റെ കുഴപ്പമില്ല. അദ്ദേഹം ചോദിച്ചു, പാർശ്വപ്പം 15 സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്നില്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ച ചെന്നൈ ക്ലാസ് തുടങ്ങി. ഭയങ്കര ആൾക്കൂടായി. ഞാൻ ഇത്ര ആള് ചെന്നൈയിൽ കൂടും നടത്തില്ലായിരുന്നു. ഞാൻ ആദ്യം പ്രാവശ്യം ഒഴിഞ്ഞു നോക്കാൻ നോക്കി. കാരണം ഒരു മീറ്റിംഗാണ്, അത് ബാധിക്കാതെ വണ്ണം വേണം പോകാൻ. അപ്പൊ അവിടുത്തെ മീറ്റിംഗാണ്. ഞാൻ ഉടൻ തന്നെ എനിക്ക് ദുബൈക്കാം. അപ്പൊ അവരുടെ അത്യാവശ്യം കണ്ടപ്പോ ഞാൻ എടുക്കാത്ത ഇത്രയും ആൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ പ്ലാറ്റ്ഫോം പൊട്ടിപ്പോകും. അതുപോലെ ആൾക്കാർ ഇങ്ങനെ കയറാത്തോ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, പാസേ ഇല്ലേ ക്ലാസ് എടുക്കുന്നില്ലേ? അപ്പൊ പാസ് ഭയങ്കര ഇങ്കാണല്ലോ. അപ്പൊ പുള്ളിക്കറിയണം എനിക്ക് എന്തോ ഇതൊക്കെ കിട്ടുമെന്നറിയാം. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പം ഈ ദേഷ്യപ്പെടുത്തില്ല. അതാണ് എന്റെ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് വരുത്തും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയില്ലേ? 5, 6, 7 ഈ അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യേശു എന്തോ പ്രതീക്ഷിച്ചാ ഇത് ചെയ്തത്? എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണോ ചെയ്തത്? യേശുവിന് എത്ര പ്രസംഗമുണ്ട്. ആദ്യത്തെ പ്രസംഗം അതേ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലായിരുന്നു ആദ്യത്തെ പ്രസംഗം. താൻ വളർന്ന നസറേത്ത് വന്ന് പതിവ് പോലെ പള്ളിയിൽ കയറി യെശയ്യാപ്രവചനം 61-ാം അധ്യായം 1ഉം 2ഉം വാക്യം വായിച്ചൊരു പ്രസംഗം ചെയ്തു. യേശു എന്തോ പ്രതീക്ഷിച്ചത് ചെയ്തത്? ക്രിസ്തുയേശുള്ള പാപം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല, കിട്ടാനുള്ള ആഗ്രഹവുമില്ല. ദൈവത്തിന് വേണ്ടി താന്മാക്കൾ കർത്താവിലേക്ക് വരിക. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്രകാരം ചെയ്യാൻ പറ്റുന്ന കർത്താവ് അനേകം വേദികൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ അനേകർ കർത്താവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അനേക സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി താങ്കൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ആയാൽ ഇന്ന് രാത്രികാലം നമുക്ക് എന്ത് കിട്ടും, എന്ത് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ചിന്തിച്ച ഒരു ആദായ മാർഗമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കർത്താവോ ശിഷ്യന്മാരോ അങ്ങനെയുള്ള യാതൊരു ചിന്തയിലും ഇറങ്ങി പുറപ്പെട്ടിട്ട് അല്ല ദൈവം. പൗലോസിന് എന്തുണ്ടായിരുന്നു? പൗലോസിന് ഒരു വാടക വീട്ടിലാണ് എഫെസോസിൽ കൊർന്നേലിയോസിന്റെ വാടകയിൽ വാടക കൊടുത്താ താമസിച്ചത്. ബുദ്ധിമുട്ട് വന്നപ്പോൾ താൻ കൂലിവേല ചെയ്താണ് തനിക്ക് കൂടുതലുള്ളവരെ സഹായിച്ചത്. നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതേ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. യേശുവിന്റെ കൂടെ നടന്നവരൊക്കെ പാപിനികളായ പ്രിയപ്പെട്ടവരൊക്കെയാണ്. കുഷ്ഠരോഗികൾ, നിങ്ങളായിട്ടൊക്കെ യേശുവിന്റെ കൂടെ ഉള്ളവരൊക്കെ ആരാ? കുഷ്ഠരോഗികള്, പിന്നെ അനാഥ കുഞ്ഞുങ്ങള്, ലാസം പറയുക ഇങ്ങനെയൊക്കെയുള്ള ചുങ്കക്കാര്. മത്തായിയൊക്കെ ചുങ്കക്കാരനായിരുന്നു, ചുങ്കം പിരിക്കുന്നതായിരുന്നു. യഹൂദനാ, പക്ഷെങ്കിൽ റോമാക്കാർക്ക് ചുങ്കം പിരിക്കുന്നതാണ്. ചുങ്കക്കാരോട് ഭയങ്കര വിരോധമാണ്. കാരണം ഭയങ്കര നികുതിയാണ് ചുമത്തുന്നത്. അപ്പൊ ഇവരോട് ഭയങ്കര എതിരാണ്. ചുങ്കക്കാരന്റെ പാപികളുടെ കൂടെ തിന്നു കുടിക്കുന്നവൻ യേശു എളിയവരോട് ചേർന്ന് ഈ ലോകത്തിൽ പ്രവർത്തിച്ച നമ്മുടെ കർത്താവിന്റെ കൂടെ നടന്നവരും ഇങ്ങനെയുള്ള മീൻപിടുത്തക്കാരൊക്കെ ദൈവത്തിന്റെ പൈതലെ ആ ഒരു ദർശനമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു ദർശനം ക്രിസ്തുയേശുവിന്റെ ഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ കർത്താവിനെ പോലെ ഒന്ന് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. കർത്താവ് ചെയ്ത പോലെ സുന്ദർ സിംഗ് അതുപോലെ ആയിരുന്നു. അപ്പൊ അത്രയൊന്നും ഞാൻ വന്നില്ലെങ്കിലും ഞാൻ ഏറ്റവും താഴ്ന്നോർത്ത് അതേ മനസ്സ്
കർത്താവെ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവ ക്രിസ്തുവിനുള്ള പാപം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഈ പാവനിയായ സ്ത്രീ വന്നപ്പോൾ യേശുവിന്റെ പാദപീഠത്തെങ്കിൽ കാല് കണ്ണീരുകൊണ്ട് നനച്ചെന്ന് പറഞ്ഞാൽ ആ പാദപീഠത്തിൽ ഇരുന്നോണ്ടല്ലേ, അവിടെ വന്നിരുന്നു. പരിശുദ്ധനായവന്റെ പാദപീഠത്തിൽ വന്നിരുന്നു, കണ്ണീരൊഴുക്കി പാദം നനച്ചു, തലമുടി കൊണ്ട് പാദം തോർത്തി. ശിമോൻ മനസ്സിൽ ചിന്തിച്ചു, ഇവനെ തൊടുന്നവൾ ആരാണെന്നും, ഒരു പട്ടണത്തിലേക്ക് പാവനിയായ ഒരു സ്ത്രീ ഇവന്റെ കാലെ വന്ന് പിടിക്കുന്നു, ഇവന്റെ പ്രവാചകനായിരുന്നെങ്കിൽ ഇവളെ അടുപ്പിക്കുമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു. അവന് ശിമോനെ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ഭൂമിയിൽ മനുഷ്യത്തിന് പാപങ്ങളെ മോചിപ്പാണ്ടൊക്കെ അധികാരമുണ്ടെന്ന് ജനമറിയെന്ന് കേട്ടാ പറഞ്ഞു. സ്ത്രീയെ, നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. യേശുവിൻ പാദപീഠത്തെങ്കിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തികളെ ദൈവം മോചിപ്പിക്കാൻ തക്കൊന്നും അതെ അങ്ങനെയുള്ള കർത്താവിന്റെ രീതിയിലാണ്. ഈ അമേരിക്ക കുറെ വർഷം മുമ്പേ ഒരു വലിയ ക്രൂസിന്, ഞാനൊക്കെ ജനിക്കുന്ന മുമ്പ് ആയിരിക്കണം, വലിയൊരു ക്രൂസിന് എടുക്കാം. ആ ക്രൂസിന് ഒരു വലിയ പ്രാസംഗികൻ, ആ പ്രാസംഗിന്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്രൂസിന്റെ അന്ന് കാലത്ത് ഭയങ്കര ആൾക്കൂട്ടം. ഇങ്ങനെ ക്രൂസിൽ ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അലച്ചുകൊണ്ട് ക്രൂസിന്റെ ഇടയിൽ കൂടെ ഓടി വരിക, അലച്ചുകൊണ്ട് വരിക. അപ്പം എല്ലാവരും പേടിച്ചു പോയി, കാരണം ഭ്രാന്തി എന്ന് വിചാരിച്ചു. അപ്പൊ ഓടി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം പ്ലാറ്റ്ഫോമിൽ പാസ്റ്റർ നിൽക്കുകയാണ്. ഈ സ്ത്രീ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ ഒന്ന് സ്തംഭിച്ചു നിന്നു. പാസ്റ്ററെ നിർത്തി പ്രസംഗം. അതെ, ആ പാസ്റ്റർ വളരെ സൗമ്യതയുള്ളവനായിരുന്നു. വേറെ വല്ല വാളണ്ടിയേഴ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ, നമ്മുടെ ആൾക്കാർ കുമ്പനാട്ട് കണ്ടിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ പുള്ളിയെ പിടിച്ച് വച്ച് പുറകിൽ കൊണ്ടുപോയി ഓടിച്ച് നിയമിച്ചു. അലച്ചുകൊണ്ട് വന്നപ്പോൾ പാസ്റ്ററെ പ്രസംഗം നിർത്തേ എന്ന് പറഞ്ഞു. പ്രസംഗം നിർത്തി. എന്താന്ന് ചോദിച്ചു. പ്രസംഗിച്ചോണ്ടിരിക്കും. എന്താന്ന് ചോദിച്ചു. എന്റെ മകൻ നാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. എന്റെ മകൻ നാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. വെളുപ്പിനെ 5:30 എന്റെ മകൻ എത്തും. ഒരു കൊലപാതക കേസിൽ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ സത്യമായിട്ട് പറയട്ടെ, എന്റെ മകനല്ല കൊലപാതകം. സകല തെളിവുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവനാണ് കൊലപാതകം നടത്തിയത്. നാം തെളിവുകൾ മൊത്തം വെളിപ്പെടുത്തും, തെളിവുകൾ മൊത്തം. അപ്പോൾ എന്റെ മകനെ ഞാൻ അവസാനമായി പോയി കണ്ടപ്പോ പറഞ്ഞു, മമ്മി എങ്കിലും വിശ്വസിക്കണം, ഞാനല്ല ഈ കൊലപാതകം നടത്തിയത്. എന്റെ മമ്മി എങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതി. ഈ പയ്യൻ പറഞ്ഞു നോക്കിയിട്ട് കോടതി സമ്മതിക്കുന്നില്ല, വക്കീല് സമ്മതിക്കുന്നില്ല. ഈ കൊലപാതകം നടത്തിയ വ്യക്തി ഈ പയ്യനല്ല, ഞാനല്ല ഈ കൊലപാതകം നടത്തിയത്. എന്റെ മകൻ പറഞ്ഞു, എന്റെ മകൻ ഇന്നസെന്റ് ആണ്. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കൂ, നാളെ 5:30 എന്റെ മകനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. സ്ത്രീയുടെ തല കഴിച്ചു പ്രാർത്ഥിച്ചു. ഇത്രയും പ്രാർത്ഥിച്ചു, കർത്താവേ യഥാർത്ഥ കൊലപാതകനെ വെളിപ്പെടുത്തണമേ, യഥാർത്ഥ കൊലപാതകനെ എന്ന് വെളിപ്പെടുത്തണമേ. ഈ പയ്യനെ ഇനി ഒരു മണിക്കൂറിലൂടെ കഴിഞ്ഞ് തന്നെ തൂക്കിക്കൊല്ലും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായി. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവസാനമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു ഫോൺ കോൾ വരുന്നു. ജയിൽ സൂപ്രണ്ടിന് ഒരു ഫോൺ കോൾ. ആ ഫോൺ കോൾ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഇന്ന് 5:30 തൂക്കിക്കൊല്ലാൻ പോകുന്ന പയ്യൻ കൊലപാതകനല്ല. അറിയാൻ ഫോൺ കോൾ, അവനല്ല കൊലപാതകൻ, ഞാനാണ് വന്നത്. യഥാർത്ഥ കൊലപാതകം പറയാണ്, ഞാനാണ് വന്നത്. അപ്പം നീ എന്താ ഇപ്പൊ ഇങ്ങനെ വിളിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ ഞാൻ ഇപ്പം വിളിക്കുന്നത്, എനിക്ക് തന്നെ അറിയത്തില്ല. അവൻ നിരപരാധിയാണ്, അവനെ കൊല്ലരുത്, ഞാനാണ് കൊലപാതകം നടത്തിയത്. അപ്പൊ ആ ഡെഡ് ബോഡി കടന്നതിന്റെ അവസ്ഥയെല്ലാം വിവരിച്ചു കേൾപ്പിച്ചു. അങ്ങനെയുള്ള ചെറിയല്ലേ കടന്നത്, അവിടെ ഒരു കത്തി നിങ്ങൾ കണ്ടെടുത്തില്ല, അത് എന്റെ കത്തിയായിരുന്നു. സകല തെരുവിലും ഡെഡ് ബോഡിയുടെ അവസ്ഥയും ആ സമയത്ത് അദ്ദേഹം മരിച്ചപ്പോൾ ഉപ്പും ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞപ്പം ജയിൽ സൂപ്രണ്ടിന്റെ കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഓടി നിർത്തൂ, എന്നെ തൂക്കിക്കൊല്ലല്ലേ. എന്നിട്ട്
എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ വിളിച്ചു പറഞ്ഞ ഒത്തിരി പറഞ്ഞു, നീ ഇഞ്ഞു വാ, ഇങ്ങോട്ട് നേരെ വരാൻ പറഞ്ഞു. ആ തണുപ്പുള്ള രാത്രി ഈ കൊലപാതകമുണ്ടല്ലോ, ആ ജയിലിലേക്ക് കടന്നു ചെയ്തു. ഞാനാണ് കൊലപാതകം ചെയ്തത്, അവനെ കൊല്ലരുതെന്ന് പറഞ്ഞു. സംഗതി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി പെട്ടെന്ന് ഓർഡർ എടുത്തു. ആ കൊലപാതകം അവനെ തൂക്കിക്കൊന്നില്ല. രാത്രി കാലം കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ വിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, രാത്രിക്കാലം ഞാൻ ഒരു കാര്യം പോയിട്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യം നടന്ന സംഭവമാണ്, അമേരിക്ക നടന്ന സംഭവം. ഞാനൊരു കാര്യം പറയട്ടെ, നീ നിലവിളിക്കുക, കർത്താവിന്റെ പാദവൃത്തികൾ കടന്നു വന്ന നിന്റെ മേൽ എഴുതിവെച്ചിരിക്കുന്ന വിധികളെ മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവത്തെയാണ് ഇന്ന് രാത്രിക്കാലം ശ്രമിക്കുന്നത്. അവന്റെ പാദമെടുത്തെങ്കിൽ വന്നിട്ടുള്ളവർ വ്യത്യാസപ്പെടാതെ പോയിട്ടില്ല. ആ കരയുന്ന ഒരു മാതാവിന്റെ കടവിൽ എത്ര വലിയ സന്തോഷമാണ്. പിറ്റേ ദിവസം പത്രങ്ങളിൽ അമേരിക്കൻ വലിയ വാർത്തയായിരുന്നു, 5:30 മണിക്ക് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചവനെ വെറുതെ വിട്ടു. സകല പത്രങ്ങളിലും വാർത്ത വന്ന ഞങ്ങളുടെ ബസ്സിലേക്ക് ഇന്ന് വരാം, പാവനിയായ സ്ത്രീ വന്ന് വീണു, വീണിട്ട് കണ്ണീർ കൊണ്ട് പാപം വെച്ചു. അവർക്കറിയാം അവരുടെ ഭാരം, പാപത്തെ കുറിച്ച് ബോധം വന്ന് ഇന്ന് എത്ര പാപം ചെയ്താലും മാനസാന്തരമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഇവർക്കറിയാം യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്നെ നിന്ദിക്കുന്നു, ലോകം എന്നെ പരിഹസിക്കുന്നു. നമ്മളാണെങ്കിൽ അവളെ സഭയെ കൊണ്ടുവരത്തില്ല, കാരണം നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ പോയതല്ലേ, പിന്നെ അവിടെ ഈ സ്വഭാവം കാണുമെന്നൊക്കെ നമ്മുടെ ആൾക്കാർ കുറ്റം വിധിക്കും. യേശു പറഞ്ഞു, സ്ത്രീയെ പോക്കോ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. രാത്രിക്കാലം പാപപീഠത്തിൽ കടന്നു വന്നവന് സമാധാനം നടന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 5:22 വാക്യം വെച്ചേ. പള്ളിപ്രമാണികൾ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. കാൽക്കൽ വീഴുന്നവർ ജോയിന്നറിയാം. ഇവിടെ കാൽക്കൽ വീണ അവളെ ഗുണം എന്താ? പള്ളിപ്രമാണിയായ യായിറോസ് എന്റെ കുഞ്ഞുമകൾ, എന്റെ കുഞ്ഞുമകൾ അത്യാസനങ്ങളിലായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കും കുഞ്ഞുമോൾ എന്ന പേര് പറഞ്ഞു. എന്റെ കുഞ്ഞുമോൾ അത്യാസനങ്ങളിലായിരിക്കും, അവന്റെ പാദമെടുത്തുകൾ വന്ന് വീണു. പള്ളി പ്രമാണിയാ, പള്ളി പ്രമാണിയ. പള്ളിയിലെ മഹാപുരോഹിതന്മാർക്ക് ഇല്ലേ, അവരുടെ കാൽക്ക ചെന്ന് വീണില്ല, അവരുടെ കാര്യം പറഞ്ഞില്ല, അവർക്ക് പറഞ്ഞ ഒരു പ്രയോജനമില്ല. യേശുവിന്റെ പാദമെടുത്തുകൾ വന്ന് അവൾ വീണു. എന്റെ കുഞ്ഞുമോൾ അത്യാസനങ്ങളിലായിരിക്കും. കർത്താവേ, നീ വന്ന് അവനെ കൈവയ്ക്കണം, നീ സൗഖ്യമാക്കണം, സൗഖ്യമാക്കണം. ഒരിക്കൽ ശതാധിപൻ എന്ന് പറഞ്ഞു, ഒരു ശതാധിപനെ യേശു സൗഖ്യമാക്കുന്ന വിവിധ നിലയ ശതാധിപൻ എന്ന് പറഞ്ഞു, എന്റെ ബാല്യക്കാരൻ ആളിനെ വിട്ടാ വിളിച്ചത്, സൗഖ്യമില്ലാതെക്കുന്നു, കർത്താവെ നീ അവനെ സൗഖ്യമാക്കണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് സൗഖ്യമാക്കുന്നു. നീ സദയം പറഞ്ഞു വീട്ടിൽ വരണ്ടെന്നു, വീട്ടിൽ വരണ്ട. അതാണ് വിശ്വാസേ. നീ ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി. നീ എന്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അവിടെ കസരയില്ലെന്നുള്ള അർത്ഥത്തിലാണ് പണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്കതൊക്കെ സോഫാ സെറ്റ് ഇരുന്നോ, ആ നീ ആൾക്കാർ നടക്കുന്നത് ഇഷ്ടംപോലെ സോഫാ സെറ്റ് ഒക്കെ ഉണ്ടോ, കാരണം ശതാധിപനാണ്, 100 പേരുടെ അധിപതിയാണ്. കർത്താവേ, നീ എന്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാ, നീ ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പൊ യേശു പറഞ്ഞറിയാമോ, ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വീട്ടിൽ വന്ന്. വേറൊരു രാജഭൃത്യൻ തന്റെ മകന്റെ കാര്യത്തിന് വേണ്ടി യേശുവിനെ എനിക്ക് ചെന്ന് പറഞ്ഞു, കർത്താവേ നീ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു, എന്റെ മകനെ സൗഖ്യമാണ്. ഇവിടുന്ന് വാക്കൊന്നും പറഞ്ഞാൽ പോരാ, വീട്ടിൽ പറഞ്ഞു. രാജഭൃത്യൻ പറഞ്ഞു, അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു, നീ എന്റെ വീട്ടിൽ പറയണം. എന്റെ പള്ളിപ്രമാണിയായ യായിറോസ് പറയാ, നീ വാക്ക് പറഞ്ഞാലും പോരാ, വീട്ടിൽ വന്നാലും പോരാ, എന്റെ മകനെ കൈ. എന്തൊരു വിശ്വാസം നോക്കണം. ഒരുത്തന് വാക്ക് പറഞ്ഞാൽ മതി, ഒരുത്തന് വാക്ക് പറഞ്ഞാൽ പോലെ വീട്ടിൽ വരണം. ഇപ്പൊ യായിറോസ് പറയാ, വാക്കുകൊണ്ടൊന്നും പറ്റത്തില്ല, പിന്നെ വീട്ടിൽ വന്നാലും പോരാ, വീട്ടിൽ വന്നിട്ട് എന്ത് കുഞ്ഞിന്റെ മേൽ. അതാണ് അവന്റെ വിശ്വാസം.
വേറൊരു സ്ത്രീ എന്ന് പറഞ്ഞു, നീ വീട്ടോട് വാക്കും പറയണ്ട, നീ എന്റെ വീട് നിൽക്കണ്ട, നീ എന്റെ മേൽ കൈ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് തൊട്ടോളാം. സോ രക്തസഭയ്ക്ക് അത്യാവശ്യം യേശുവിന്റെ കുറിച്ചുള്ള ആ വിശ്വാസത്തെ വിടുക. ഇവരെല്ലാം വിശ്വാസം വ്യത്യസ്ത നിലയില്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന എഴുതിയെടുത്തോളം കേട്ടോ വെച്ചില്ലേ? അതെ, ഞാൻ പറഞ്ഞെന്ന് അറിയാമോ? രക്തസഭക്കാറ്റ് പറയാണ് പല വൈദ്യന്മാരെ ചോദിച്ചിട്ട് ഒട്ടും ഭേദമില്ല. ഏറ്റവും പാരവശ്യമായി നാട്ടുവൈദ്യന്റെ അരിക്കലോ ആയുർവേദത്തിന്റെ ഹോമിയോപ്പതി അരിക്കെല്ലാം പോയി പല വൈദ്യന്മാർ കേട്ടു ടെലസ്കോപ്പ് ഒക്കെ വെച്ചത് ഒട്ടും ഭേദമില്ല. ഏറ്റവും പാരവശ്യമായി അവിടെ ജീവൻ പൊക്കൊണ്ടിരിക്കുക. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. രക്തം പൊക്കൊണ്ടിരിക്കുക. യേശുവിനെ കുറിച്ചുള്ള വർത്താനം കേട്ടു. അവന്റെ വസ്ത്രത്തിന്റെ തോങ്ങലെങ്കിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. നമുക്ക് വഴിയോടെ ഇറങ്ങി നടക്കാൻ യോഗ്യതയില്ല. കാരണം രക്തസഭക്കാർക്ക് അശുദ്ധിയായ സ്ത്രീയാണ്. നമ്മൾ വിചാരിച്ച് എന്ത് പറ്റും, ഏതാണ് മരിക്കാൻ പോവാ. പുരുഷാൻ തിക്കിനിടയിൽ അല്ലെ തല്ലിക്കൊന്നാലും വേണ്ടിയില്ല. തിക്കിനിട കയറി ഇടക്കൂടെ കയറി. കാരണം അവർ മാറിക്കൊടുത്ത് എന്താ ഇവിടെ അശുദ്ധമായ സ്ത്രീയല്ലേ. ഇടക്കൂടെ കയറി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. യേശുവിന്റെ ശക്തി പുറപ്പെട്ടു. എന്നെ തൊട്ടാല് ശിഷ്യന്മാര് പറഞ്ഞു, നിന്നെ എത്ര പേർ തോന്നുന്നു? ഇതെന്തോ ചുവാട്ടുത്തരമായ ചോദ്യം. അവരൊക്കെ പറ്റി പണ്ഡിതന്മാർ എല്ലാം എന്നെയും വിശ്വാസത്തോടെ തൊട്ടൊരു വ്യക്തിയുണ്ട്. യേശുവിന് അറിയാമല്ലോ എന്താണോ? ഈ സ്ത്രീ വന്ന് യേശുവിന്റെ ഒരിക്കൽ നിന്നു. ഇപ്പൊ നിൽക്കുമ്പോഴല്ലോ ഇവിടെ രോഗിയാന്ന് തോന്നുന്നില്ല. ഇവിടെ സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു. രക്തസ്രവം നിന്നെന്ന് മാത്രമേ ഉള്ളാണ് ഇരിക്കുന്നത്. എല്ലാം തൊലിയായി പോയത്. എല്ലാം തൊലിയായി ഒരു ഡെഡ് ബോഡി വന്നത്. യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പഴയ സൗന്ദര്യത്തിലേക്ക് വന്നു, അടിമത്വത്തിലേക്ക് എടുത്തു. അല്ലാതെ രക്തസ്രവം നിൽക്കും മാത്രമല്ലായിരുന്നു. എല്ലാം കണ്ട അവൻ രോഗിയാന്ന് പറയത്തില്ല. വളരെ സൗന്ദര്യം, ആരോഗ്യം എല്ലാം ഒന്ന് ഭർത്താവെ ഞാനാ നിന്നെ തൊട്ടത്. ഇന്ന് രാത്രി കാലം വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നുണ്ട്, വീട്ടിൽ വന്ന് സൗഖ്യമാക്കുന്നുണ്ട്, വീട്ടിൽ വന്ന് കൈവിട്ട് സൗഖ്യമാക്കുന്നുണ്ട്. അങ്ങോട്ട് തൊട്ടാണ് സൗഖ്യം. ഇന്ന് രാത്രിക്കാലം ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതമുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഈ പാദവൃത്തികൾ വരൂ. യോഗ്യനാണ് യേശുവിന്റെ പാദവൃത്തികൾ വീണു. യായിറോസിന്റെ കൂടെ വീട്ടിൽ പോയി ആ ബാലയെ ഉയർത്തി. അന്നത്തെ ബാല മരിച്ചു. അവർ ചെന്നു. അന്ന് വിവരിച്ച സമയമില്ല. ബാലേ എഴുന്നേൽക്കാം. അവൾ എഴുന്നേറ്റ് കണ്ണു തുറന്നു. നമ്മൾ കണ്ടുകാണെങ്കിൽ പിറ്റേ ദിവസം ഗുഡ് ന്യൂസിലും ക്രൈസ്തവ ചിന്തയിലും ഭയങ്കര പരസ്യം കൊടുക്കുന്നു. യേശു എന്താ പറഞ്ഞത്? നമുക്ക് വിശക്കൊന്നും കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് യേശുവിന്റെ വർത്താനെ യേശു ഇത് ചെയ്തെന്ന് പോലും കാണിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ചെയ്തതെങ്കിലേ ഞാനേ എന്നെ തന്നെ പറയാം. ഞാൻ ചെയ്തത് എന്റെ ആ നടപ്പൊക്കെ കാണും. ആ വർത്തമാനൊക്കെ എല്ലാരും എന്റെ സ്വരമൊക്കെ അങ്ങോട്ട് മാറി. ഇന്നത്തെ അനുഭവങ്ങളൊക്കെ കണ്ടില്ലേ, ഓരോ പാറ്റോനെ കിടന്ന് കാണിക്കുന്നു. എന്റെ സ്വരമൊക്കെ അങ്ങോട്ട് മാറി. ഇങ്ങനെയൊക്കെ പ്ലെയിനായിട്ട് എന്തിനു സ്വത്താണെന്ന് പറയുന്നത്? പ്ലെയിനായിട്ട് പറ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ വെളിയിൽ കൂടെ ഇറങ്ങി അങ്ങനെ നടക്കത്തില്ല. കാരണം എന്റെ ശബ്ദം പോകും എന്ന് വിചാരിച്ചു. കാരണം ശബ്ദം പോകാതിരിക്കാൻ. കാരണം 2-3 ക്ലാസ് എടുക്കുന്നത്. രാത്രിക്കാലം യേശുവിന്റെ വന്ന ദൈവത്തിന്റെ പൈതൽ, നിനക്ക് വിടുതൽ നൽകുവാൻ കഴിവുള്ള ശക്തനായ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. അവന്റെ പാദവൃത്തികൾ വീഴുക. 2 കാര്യങ്ങളെ പറഞ്ഞ് നമുക്ക് വിടാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം ആദ്യം വായിച്ചു. 28 വയസ്സ് പിന്നെ മുറിഞ്ഞു പോയില്ല. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട യേശു അതിന്റെ ബാക്കി വായിച്ചേ. പറഞ്ഞു, അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട്, നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട യേശുവിന്റെ അടുക്കൽ വന്നു.
ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. യേശുവിന്റെ പാദമെടുത്തിരുന്നു. യേശുവിന്റെ പാദം ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ്. യേശുവിന്റെ പാദമെടുത്തിരുന്നു. ഇവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല. ആലപ്പുഴ തന്നെ മകനെ കാണാതെ പോയി. അപ്പം അന്വേഷിച്ച ആൾക്കാർ ഇറങ്ങി. അപ്പൊ അവനെ അറിയാൻ നിർത്തും പറഞ്ഞു, വെള്ളം പോകണ്ട, സിനിമാ തിയേറ്ററിൽ ചെന്നാൽ മതി. സിനിമാ തിയേറ്റർ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു മാറ്റി കാണും. മനസ്സിലായോ? കാരണം ചിലത് കാണാതെ വന്നാല് മറ്റ് എവിടെയെങ്കിലും സ്ഥലത്തിൽ തപ്പിച്ചെന്നാൽ മതി. കാരണം എന്താ പറയുക, സുബോധയില്ല. അവനെങ്ങനെ ശരിയായിട്ട് വസ്ത്രം ധരിക്കുന്നില്ല. ഇപ്പൊ ശരിയായിട്ട് വസ്ത്രം ധരിച്ചൊക്കെ യോഗത്തിൽ വരാത്തുണ്ടല്ലോ, അന്നേരം മനസ്സിലാക്കാൻ മതി. സുബോധയില്ല. ഇപ്പൊ നമ്മൾ യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ മോശമായ വസ്ത്രം ധരിച്ചിട്ട് ഇന്ന് അത്ര ആൾക്കാർക്ക് വേണ്ട. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും ആ മനോഹരമായ വേഷം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഉള്ള വസ്ത്രം കൊണ്ട് ഞാൻ ഭോപ്പാലിൽ സൂക്ഷിക്കുമ്പോ എനിക്ക് ഒരു ഉടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടാല് എന്റെ കച്ചവടത്തിന് വളരെ പ്രയാസക്കൂടെ വിടക്കേണ്ടി പോയി. ഒരു മാറ്റം. ബോംബെ വന്നപ്പോ അതേ ഉണ്ടായിരുന്നു. ബോംബെയിൽ 7 വർഷം ചോദിച്ചതാണ്. അപ്പൊ ഒരു കറുത്ത വാല്യൂ ഒരു ഉടുപ്പാണ്. എന്നും അത് കഴി നല്ല വടി പോലെ. എന്റെ വീട്ടിൽ വന്ന് ഞാൻ കയ്യിൽ കൊടുത്ത് ലുങ്കി കൊടുത്ത് ആരും കണ്ടിട്ടില്ല. എപ്പോഴും അതെ നല്ല ഡ്രസ്സിലായിരിക്കുന്നത്, നല്ല ബിരിയാണി ഒക്കെ കഴിച്ച പോലെ ആയിരിക്കുന്നത്. വന്നാൽ ആ ചിന്തിയിലൊക്കെ ഇരിക്കും. എന്നെ കണ്ടാലോ ഞാനൊരു മില്ലേനിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാന് അമേരിക്ക വന്നതിന് ശേഷം 1988 വന്നത്. അതിനുശേഷം ഞാൻ ബോംബെയിൽ ശുശ്രൂഷിക്കാൻ കടന്നു ചെന്നപ്പം കൺവെൻഷൻ വെച്ചിരിക്കുക. എന്നപ്പോ ഞാന് വേറൊരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത്, കറുത്ത പാൻറ്റും വെളുത്തിട്ടുണ്ടല്ലോ. അന്ന് അവിടുത്തെ വിശ്വാസികളെല്ലാം ഇട്ടോണ്ട് വന്നത് കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ട് ഇട്ടുണ്ടാണ്. എനിക്ക് വലിയൊരു ഒരു യൂണിഫോം. അപ്പൊ എന്താന്ന് അന്വേഷിച്ചു പറഞ്ഞു, കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ട് വരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്നു. കുഞ്ഞുങ്ങളെ, എനിക്ക് അന്ന് ഒരു പാൻറ്റേ ഉള്ളൂ. എന്നാലും അവരറിയുന്നത് എനിക്കൊരു ഷർട്ടേ ഉള്ളൂ. ദൈവമക്കളെ, ആ സമയത്തും നമ്മൾ ആ നിലയിൽ ജീവിച്ച് ജീവിതം മാതൃകയാക്കി കാണിച്ചൊരു വ്യക്തിയാണ്. ഇന്നും ആൾക്കാർ ആ കാര്യം പറയും. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, നമ്മൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കും, വീട്ടിലിരിക്കില്ലേ, ചിലതൊക്കെ ബൈബിൾ അത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ലുങ്കി ഒക്കെ കൊടുത്തോണ്ട് ഉടുപ്പൊക്കെ വലിച്ചെറിഞ്ഞ് TV ഓൺ ചെയ്ത് ഇരിക്കുന്ന നമ്മുടെ ഈ യശയാപ്രവർത്തന വിശ്വാസികളുടെ ഈ എത്ര നിങ്ങളെ കുറിച്ച് ലേഖനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര യോഗ്യമായ വസ്ത്രം ധരിച്ചായിരിക്കുന്നത്. അതുപോലെ വേണം നമ്മൾ ഇരിക്കാൻ ദൈവസന്നിധിയിൽ. ഇപ്പൊ നോക്കണമേ, ഇവന് സ്വതയും ആർക്കാം ഈ ചെറുപ്പം തറവാട്ടി പറഞ്ഞവൻ അവൻ ഇപ്പൊ ചവക്കളൊക്കെ പോയി കിടക്കും. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതേ നീ ആരെന്നറിയാം, ഞങ്ങളെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ ലഗ്യോനാ, 6000 ഭൂതമുണ്ട്. ഒരു ലഗ്യോൻ പറഞ്ഞ 6000 റോമൻ സൈന്യത്തിന്റെ എണ്ണം 6000. ഞങ്ങൾ പലരാണെന്ന് പറഞ്ഞു. എന്നെ പാതാളത്തിൽ കൊണ്ടുവരല്ലേ, ആണ്ടാ പന്നിയുണ്ടോ, പന്നിയെല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒരു പന്നിയെ 2 പേര് വെച്ച് 2 ഭൂതം വെച്ചാൽ കീറും. 6000 പേരുണ്ട്. കുറഞ്ഞ 2000 പന്നി അവിടെ കണക്ക്. 2000 പന്നിയുടെ 2000 3000 പന്നിയുണ്ട്. ഒരു പന്നിയുടെ മുകളിൽ 2 ഭൂതം വെച്ച കൊണ്ട് കയറി. നോക്കണമേ, പന്നിക്ക് ഒന്നാതെ ബോധം, അതിനോട് ഭൂതം കൂടെ കയറിയാലോ, എല്ലാം കൂടി ചെന്ന് കളിച്ചാന്ന് അതേ ചത്തുപോയി. എന്നാൽ ഭൂതം ബാധിച്ചവൻ എവിടെ ഇരിക്കുന്നു? സൗഖ്യമായി യേശുവിന്റെ പാദപ്പെടുത്തിയിരിക്കുന്നു. ഇനി പിൻവലിച്ച് പോകാൻ ഒക്കില്ല. യേശുവിന്റെ പാദപടത്തിൽ സൗഖ്യം പ്രാപിച്ച പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരിക്കണം. ഇനി അടുത്തൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായം 38-39. ലൂക്കോസ് 10:38-39 വായിച്ചേ. അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മറിയ യേശുവിന്റെ പാദമെടുത്തിരുന്നു. നമുക്കറിയാം, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അതാരും അവളോട് അപകരിക്കുകയില്ല. ഇനി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവെ, നീ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് മറ്റതെല്ലാം വിവരിക്കേണ്ട ആഗ്രഹമുണ്ട്, സമയമില്ല. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടുപോകും. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല. യേശുവിന്റെ പാദപെടുത്തങ്ങൾ വീണു. മറിയ യേശുവിന്റെ പാദപെടുത്തി വചനം പഠിച്ചു. കർത്താവ് പറയാണ്,
മാർത്തെ നീ പാലതിനെ ചൊല്ലി വിഷമിക്കുന്നു. എന്നാൽ മറിയ നല്ല മനുഷ്യൻ തെരഞ്ഞെടുത്തു. അതാരോട് പകരിക്കുക. 3 ടൈപ്പ് ആൾക്കാരുണ്ട്. 3 ടൈപ്പ് ആൾക്കാർ. ഇത് പരീക്ഷയ്ക്ക് വരത്തില്ല കേട്ടോ. 3 ടൈപ്പ് ആൾക്കാർ കാണുന്നില്ലല്ലോ. 3 ടൈപ്പ് ആൾക്കാർ. ഒന്ന് മാർത്ത ടൈപ്പ് ഉണ്ട്, ഒന്ന് മറിയ ടൈപ്പ് ഉണ്ട്, ലാസർ ടൈപ്പ് ഉണ്ട്. മാർത്ത ടൈപ്പ് എന്താണെന്ന് അറിയോ? വീട്ടിൽ കിടന്ന് സാമ്പാർ ഉണ്ടാക്കും. ഭയങ്കര വായിക്കുന്നില്ല, അവൾ അതും ചെയ്തു തുടങ്ങിയിരിക്കുക. മറിയ ടൈപ്പ് ഉണ്ടല്ലേ, അവളും യേശുവിന്റെ പാദത്തിൽ എപ്പോഴും വചനം പഠിക്കുക. ഒരു കട്ടൻകാർക്ക് കൊടുത്ത് വർത്താനം അവൾ കല്യാണം കഴിച്ച പണമായിട്ട് അറിയുന്നുണ്ട്. 3 വരാൻ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്ന ചാകുരിമാരുണ്ട്. ഭർത്താവ് വീട്ടിൽ വന്നാൽ ഒരു കട്ടക്കാർക്ക് കൊണ്ടിട്ട് അത് ബൈബിളും വെച്ചുടങ്ങിയിരിക്കും. പണി ഞാൻ കേൾക്കുന്ന അങ്ങനെ ചെയ്യരുത്. വാർത്താ ടൈപ്പ് പോലെ അറിയരുത്. ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട്ടുകാരും ഒക്കെ നോക്കണം, പാത്രം തിരിക്കുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കണം. അതല്ലേ അവളെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതും വചനം പഠിക്കാതിരിക്കുന്നതും കർത്താവിനെ സന്തോഷിപ്പിച്ചു. മാർത്തേ നീ പലതിന് മാർത്ത എന്ന് പറഞ്ഞത് 2 വെടിയാ വെച്ചത്. എന്താ അറിയോ? ഒന്ന് കർത്താവിനും കൊടുത്തൊരു വെടി, സഹോദരിക്കും കൊടുത്തൊരു വെടി. എന്റെ സഹോദരി എന്നെ അടുക്കളക്കാരത്തിൽ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരം മതിയോ? ഒറ്റ വെടി കർത്താവിന്, ഒറ്റ വെടി സഹോദരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാസ്തുമാരുടെ നോക്കണ്ട, ഇങ്ങോട്ട് വെടിക്കും. അതിനെ മാർത്ത നീ പറഞ്ഞിട്ടില്ല, മാറിയ നല്ല അംശം തന്നെ. അതാരും അവളോട് അപകരിക്കയില്ല. നിങ്ങൾക്ക് ഉദാഹരണം കാണുന്നതാണ്. ഇവിടെ ലാസർ ടൈം ഉണ്ടല്ലോ, അവനെന്താണെന്നറിയോ? ഈ ലാസർ 10 ദിവസം പോലും കർത്താവിനോട് പന്തിയിരുന്നിട്ടില്ല. പാദത്തിന് യേശു മരുന്ന് പറഞ്ഞ പുള്ളി ചക്കരയും കാപ്പിക്കൂടെ ഒക്കെ മേടിച്ച് കുറ്റിക്കൊണ്ട് പോകും. പന്നിച്ചിരിക്കത്തില്ല. ഈ ലാസറിനെ കുറിച്ച് നോക്ക്. പുള്ളി യേശു എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചൊരു പുള്ളി എന്ന് ഇറങ്ങി ഒരു യോഗത്തിന് പോലും ഇരിക്കത്തില്ല. അങ്ങനെ പാത്രം. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ ലാസറോ അവനോട് പന്തിക്കിരുന്നു. ഇനി പോകത്തില്ല. കാരണം ലോകമെല്ലാം തള്ളിക്കളഞ്ഞ നാറ്റം പിടിച്ചെന്ന് പറഞ്ഞ 11-ാം അധ്യായം നാറ്റം പിടിച്ച അധ്യായമാണ്. 11-ാം അധ്യായം മരണത്തിന്റെ അധ്യായമാണ്. 11-ാം അധ്യായം അതേ ദുഃഖത്തിന്റെ അധ്യായമാണ്, വിലാപത്തിന്റെ അധ്യായമാണ്, നിരാശയുടെ അധ്യായമാണ്. ഇന്ന് രാത്രികാലം 11-ാം അധ്യായത്തിൽ നിരാശയോ ഭാരത്തോടെ വിഷമത്തോടെ ദുഃഖത്തോടെ ഇന്ന് രാത്രികാലം ഈ അധ്യായത്തിലായിരിക്കുന്നെങ്കിൽ നിനക്കൊരു പുതിയ അധ്യായം തുറന്നു തരുവാൻ ദൈവശക്തന. ഒരു 12-ാം അധ്യായം തുറന്നു തരാൻ ദൈവശക്തന. 11-ാം അധ്യായം നാറ്റത്തിന്റെ അധ്യായം. 12-ാം അധ്യായം മറിയ വലിയേറെ സുഖിതാമാസത്തായില്ല ഒഴിച്ചെന്ന് വായിക്കുന്നു. സുഗന്ധം കൊണ്ട് അവിടെ മുഴുവൻ പരന്നു. 12-ാം അധ്യായം സുഗന്ധത്തിന്റെ അധ്യായം. എനിക്ക് ഏറ്റവും വിഷയം കാപ്പിക്ക് സാധനം മേടിച്ചുകൊണ്ടത് ലാസറുണ്ടല്ലോ. ഇപ്പൊ യേശുവിന്റെ പാദമെടുത്തിന് പോകുന്നില്ല. ലാസറോ അവനോട് പന്തിയിലിരുന്നു, അവന്റെ പാദമെടുത്തിരുന്നു. നിന്റെ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസ്ഥയെ മാറ്റി ഒരു പുതിയ അധ്യായം തുറന്നു തരുവാൻ കഴിവുള്ള ദൈവം രാത്രികാലം യേശുവിന്റെ പാദമെടുത്തിന് കടന്നു വരിക. മറിയമെന്ന് കാൽക്കാൻ വീണു. നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. മറിയേ നിന്റെ സഹോദരൻ ഉയർത്തുണ്ട് എന്ന് പറഞ്ഞു. അവൻ പറയാണ് അതെനിക്കറിയാം. നിന്റെ പുനരുത്ഥാന ദിവസം ഉയർത്തുന്നേ അവരുടെ വിശ്വാസമാണ്. അവർക്ക് പുനരുത്ഥാന ദിവസം ഉയർത്തുന്നേക്കൊന്ന് ഞാൻ അറിയാം. പുള്ളിക്കാരത്തി വഴുതൊക്കെ അറിയാം. കാരണം യേശുവിന്റെ പാദത്തിൽ പഠിച്ചിരുന്നു. എന്നാ യേശു എന്താ പറഞ്ഞ? അവനെ വെച്ചതേ ലോകം മുഴുവൻ അവൻ നാറ്റം വന്നു എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കളറി അടക്കുന്ന വലിയൊരു കല്ലും കൊണ്ട് കുത്തി വെച്ചിരിക്കുക. ഇവന്റെ പ്രമോഷൻ എല്ലാം തടഞ്ഞ് ഇനി ഇവനെ എഴുന്നേറ്റ് വരും. ഇവന്റെ പ്രമോഷൻ തടഞ്ഞ് കല്ലും കൊണ്ട് കുത്തി വെച്ചിരിക്കുക. ഇന്ന് രാത്രികാലം നിന്റെ പ്രമോഷൻ തടഞ്ഞ് ഒരു കാലത്ത് എഴുന്നേറ്റ് വരാത്ത നിലയിൽ നിന്റെ ഭവനത്തിന്റെ മേൽ നിനക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ അന്യശക്തികളെയും ശാസിച്ചകറ്റിക്കൊണ്ട് നിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, നിന്റെ നാട്ടത്തെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, നിനക്കൊരു ഉയർത്തങ്ങൾ തരുവാൻ, നിന്നെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ യേശു വലിയവനാണ്. അവന്റെ വീണു, അവന്റെ പാദവൃത്തിക്ക് വീണു. അവനെ വെച്ചതവിടെ അറിയ പോലും പറഞ്ഞു, കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി. അവനെ വെച്ച സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയി. കല്ലൂറ്റി മാറ്റി കർത്താവിന്റെ കല്ലും അങ്ങോട്ട് മാറിപ്പോടുത്ത് പറഞ്ഞാൽ പോലെ. കല്ലൂർത്തി വെച്ചവനെ കൊണ്ട് മാറ്റിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആരാണ് നിനക്കെതിരായി കല്ലൂർത്തി വെച്ചത്? നിനക്കെതിരായി പ്രവർത്തിച്ചവനെ കൊണ്ട് തന്നെ കല്ലടിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് ദൈവം. ഭാഗവൃത്തിക്ക് കല്ലൂർത്തി മാറ്റി അവർ പറഞ്ഞ് നാറ്റം വെച്ചു തുടങ്ങി. ഒറ്റി മാറ്റേ പറ്റൂ.
കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. യേശു കെട്ടടിച്ചു. കെട്ടിയവനെ കൊണ്ട് തന്നെ എത്തിച്ചു. അവന്റെ കെട്ടടിപ്പിന് അവൻ പോട്ടെ. ആരെയും നിനക്കെതിരായി കെട്ടുകെട്ടിട്ടുണ്ടോ അവനെ കൊണ്ട് തന്നെ കെട്ടടിപ്പിക്കുന്ന ദൈവം നമുക്ക്. അവന്റെ പാദപ്രവർത്തികൾ വീഴൂ. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ പാദപ്രവർത്തികൾ വീണു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.